ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ഫെമിന ഷെജിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി സർപ്രൈസ് വീഡിയോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ താനേക്ക് ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. ഇത് സക്സസ്ഫുൾ ആവോ ഇല്ല ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിൽ കുറച്ച് ഈസി റെസിപ്പീസ് ഉണ്ട്. പിന്നെ കേക്കിൻ്റെ റെസിപ്പീസ് ഉണ്ട്. കുറേ മുന്നേ എന്നോട് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പീസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. പിന്നെ ടേസ്റ്റാണ്, സിമ്പിൾ കേക്കാണ്. കുറച്ച് റെസിപ്പീസും ഉണ്ട്, സിമ്പിൾ റെസിപ്പീസും ഉണ്ട്. പിന്നെ നമുക്ക് എങ്ങനെയാണ് താനേക്ക് സർപ്രൈസ് കൊടുക്കുന്നത്, സർപ്രൈസ് ആവുന്നുണ്ടോ, അപ്പോൾ അങ്ങനെ നോക്കാം. പിന്നെ വേറൊരു കാര്യം, കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കുറേ പേര് വീഡിയോസ് കണ്ട് പ്ലീസ് 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 സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് എ റിക്വസ്റ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കണം എൻഡ് വരെ. ഹലോ, അപ്പോൾ ഇന്ന് താനിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറൊന്നുമില്ല. സാധാരണ ഫ്ലാറ്റിൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും, പിന്നെ ഫുഡ് കഴിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഭയങ്കര സെലിബ്രേഷൻ ഒന്നുമില്ല. അവർക്കൊരു ചെറിയൊരു രസം, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഫുഡ് കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു, പ്ലാൻഡ് അല്ലായിരുന്നു. ഞാൻ അന്ന് എനിക്ക് തോന്നി ഓക്കെ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കേക്ക് ആക്കി കൊടുക്കാം, പിന്നെ ഒരു സർപ്രൈസ് കൊടുക്കുക. ഇതുവരെ ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്തിട്ടില്ല. അപ്പോൾ സർപ്രൈസ് അവൾക്ക് കൊടുത്തു നോക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടി ഒരു കേക്കും പിന്നെ കുറച്ച് അവൾ ഫേവറേറ്റ് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ സ്ട്രോബെറി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവൾക്ക് ഇഷ്ടമുള്ള കേക്കാണ്. ചോക്ലേറ്റ് കേക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ സ്ട്രോബെറി പിങ്ക് ആയതുകൊണ്ട് സ്ട്രോബെറി ആക്കാൻ വിചാരിച്ചു. അപ്പോൾ 1 കപ്പ് മൈദ, പിന്നെ 2 വലിയ സ്പൂൺ പാൽപ്പൊടി, മിൽക്ക് പൗഡർ, അതൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് അതിടുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എപ്പോഴും കുറവുണ്ടാവുക. അപ്പോൾ ഇത് നമ്മളൊന്ന് സിഫ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. ലംസ് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതേപോലെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസാണ് നമ്മളിത് ആദ്യം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഒരു 4 വട്ടം ഒന്ന് സിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിനി മുട്ട, 1 കിലോ, ഇത് 1 കിലോൻ്റെ കേക്കാണ്. അപ്പോൾ 1 കിലോൻ്റെ കേക്കിന് ഞാൻ 4 മുട്ട എടുക്കണം. അപ്പോൾ 4 മുട്ട നമുക്കൊന്ന് നന്നായിട്ട് ഫ്ലഫി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ആർക്കും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഓവനില്ലാതെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓവനില്ല എനിക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയൊന്നും പറയരുത്. ഭയങ്കര ഈസിയാണ്. ഞാൻ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിരുന്നു. ശരിക്കും കേക്ക് ഓവർ നൈറ്റാണ് വെക്കേണ്ടത്. എനിക്ക് ഓവർ നൈറ്റൊന്നും വെക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ ഇതാ ഞാൻ ഷുഗർ ഇട്ട് പഞ്ചസാര പൊടി ഇടണ്ടേ. അപ്പോൾ ഇങ്ങനെ വാങ്ങാൻ കിട്ടലുണ്ട്, ഫൈൻ ഷുഗർ പറഞ്ഞിട്ട്, അങ്ങനെ വാങ്ങാൻ കിട്ടില്ല. അതില്ലെങ്കിൽ സാധാരണ നമ്മൾ പഞ്ചസാര ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് നല്ല പൗഡറാക്കി എടുത്താൽ അത് 1 കപ്പ്. പിന്നെ ഉപ്പും, പിന്നെ ഇത് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ 1 1/4 കപ്പ് ഓയിലാണ്. ഓയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ര ബീറ്റ് ചെയ്ത് ഇത് നന്നായിട്ട് ഫ്ലഫി ആക്കണം കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഫ്ലഫി ആക്കണം. അപ്പോൾ എൻ്റെ മിക്സർ നന്നായിട്ട് ഫ്ലഫി ആയിട്ടുണ്ട്. നമ്മൾ എത്രയാണ് അത് ആക്കണത് അത്രയും കേക്ക് നല്ല പൊന്തി വരും, നല്ല സോഫ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ കേക്കിനൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഓയിലോ അല്ലെങ്കിൽ ബട്ടറായിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്യുക. പിന്നെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതൊന്ന് അതിൻ്റെ മുകളിൽ കവർ ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട്, കുറേ ഒരുമിച്ച് ഇടരുത്. അപ്പോൾ നമുക്ക് ലംസായിട്ട് കിട്ടും. ഒരു 3-4 ബാച്ചായിട്ട് നമ്മൾ അതിലിട്ടിട്ട് മിക്സ് ചെയ്യുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്, അതേ മെത്തേഡിൽ സ്ലോ നല്ല ടൈം എടുത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ആദ്യം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ലോണം പതിപ്പിച്ചിട്ട് പിന്നെ പഞ്ചസാര ഇടുക, പിന്നെ ഉപ്പിടുക. വാനില എസൻസ് ഉണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് ഒഴിച്ചോട്ടോ, ഞാനത് മറന്നതാണ്. പിന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓയിലിടണം. ഓയിലിട്ട് കഴിഞ്ഞാൽ അത്ര നിങ്ങൾ ബീറ്റ് ചെയ്യരുത്. പിന്നെ ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യാൻ പാല് യൂസ് ചെയ്തിട്ട്, പാല് 1/4 കപ്പ്. അപ്പോൾ ഓയിലും പാലും 1/4 കപ്പാണ്. പിന്നെ നമ്മൾ ഇത് ഏതിലാണ് ബേക്ക് ചെയ്യുന്നത് നല്ല പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് നേരം നന്നായിട്ടത് പ്രീ ഹീറ്റ് ചെയ്യും. നല്ല ടെമ്പറേച്ചറിൽ തന്നെ നല്ല ഹൈ ഫ്ലെയിമിലത് ഹീറ്റ് ആയിക്കോട്ടെ.
അപ്പോൾ സ്ട്രോബെറി കേക്ക് ആയതുകൊണ്ട് ഞാൻ സ്ട്രോബെറി ഫ്ലേവർ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഒരു കളർ വേണം, ഒരു പിങ്കിഷ് കളർ വേണം. അപ്പോൾ സ്ട്രോബെറി ഇതേപോലെ കിട്ടലുണ്ട്, എസൻസ് കിട്ടും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടിന്നിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ എല്ലാം പെട്ടെന്നായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അത് ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഫുള്ളായിട്ട് ഈക്വലായിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ ഷേപ്പ് കളർ ഇഫക്റ്റ് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് നമ്മളെ ബിരിയാണി പോട്ടിൽ അത് വെക്കുക. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വെച്ചിട്ട് പിന്നെ ഒന്ന് നമ്മൾ 45 മിനിറ്റ്സോ അല്ലെങ്കിൽ 40 മിനിറ്റ്സോ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. അത് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് 40 മിനിറ്റ്സ് കഴിഞ്ഞ് ചെക്ക് ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചു. നെക്സ്റ്റ് നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ തൽക്കാലം ഒരു ക്രീം ആയാലും കുഴപ്പമില്ല, സാധാരണ വിപ്പിംഗ് ക്രീമാണ് കേക്കിന് വേണ്ടി യൂസ് ചെയ്യല്. അപ്പോൾ ഇത് ഞാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം കേട്ടോ. ഇതിൽ കുറേ എക്സ്പേർട്സ് ഉണ്ട്, അപ്പോൾ അവരിത് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ സാധാരണ ഞാൻ റിച്ച് അല്ലെങ്കിൽ പിന്നെ റിച്ച് അല്ലെങ്കിൽ ഫിയോന സാധാരണ മേടിക്കും. ഇപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഈ ഒരു ബ്രാൻഡാണ് വാങ്ങിയത്. അപ്പോൾ ഒരു കപ്പ് ഞാൻ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്യാൻ എനിക്കൊരാൾ ഹെൽപ്പ് ചെയ്യാണ്ട്, എൻ്റെ മാസ്റ്റർ ഷെഫ്. അപ്പോൾ അവനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നല്ല മഴ, നല്ലൊരു ക്ലൈമറ്റ്, നല്ല ഇരുട്ടായിരുന്നു കിച്ചണിലേക്ക്, നല്ല ഡാർക്ക്. അതുകൊണ്ട് ചില ക്ലിപ്സൊക്കെ ഭയങ്കര ഡാർക്കായിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ കാണാം. പിന്നെ അങ്ങനെ എൻ്റെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇസാൻ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കണം, ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. പിന്നെ അപ്പോൾ കേക്ക് ബേക്കായിക്കൊണ്ടിരിക്കുകയാണ്. വിപ്പിംഗ് ക്രീമായി നമുക്ക് ഷുഗർ സിറപ്പാണ്, സോക്ക് ചെയ്യാൻ ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് സാധാരണ 1 കപ്പ് വെള്ളം, 1/2 കപ്പ് ഷുഗറും, രണ്ടും നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. എത്ര ബോയിൽ ചെയ്യുക ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കേക്ക് ഇടയ്ക്ക് നോക്കണം, ഒരു 30-40 മിനിറ്റ്സ് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആയിട്ടുണ്ടോ ഇല്ലേ. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാണ്, ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി സിമ്പിളായിട്ടില്ല കേട്ടോ, ഭയങ്കര ഷാർപ്പ് എഡ്ജസും ഭയങ്കര മൊഞ്ചൊന്നും ആക്കണില്ല. അപ്പോൾ ഇത് കേക്ക് നമ്മളൊന്ന് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് നോക്കുകയാണ്, 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ടൂത്ത് പിക്കോ വേറെ എന്തെങ്കിലും നൈഫോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് നമ്മളത് ഓക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് അതെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് തണുത്തോട്ടെ. നമ്മൾ കേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് തണുത്തോട്ടെ അത്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് പിസ്സ. നമുക്ക് ബേസ് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ. വേറെ നമ്മൾ മൈദയോ ഒന്നും, നമുക്ക് മൈദ കുഴക്കാവുന്ന സമയമല്ല. പിന്നെ ബ്രെഡ് ഞാൻ ആദ്യം വിചാരിച്ചു ബ്രെഡ് സ്ക്വയർ ആയിട്ട് ചെയ്യുക, പക്ഷേ അത് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ബ്രെഡ് ബേസ് ആക്കിയിട്ടാണ് ഞാൻ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ഈസിയാണ് കേട്ടോ, അത് ഭയങ്കര ഈസി. ഇത് ഞാൻ ഗൂഗിളിൽ കണ്ട ഒരു സംഭവമായിരുന്നു ഇത് കുറേ മുന്നേ. അപ്പോൾ ഇത് ഭയങ്കര ഈസി, അതും ടേസ്റ്റിൽ ഒരു വ്യത്യാസമില്ല, മനസ്സിലാവില്ല, ബ്രെഡാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിസ്സക്ക് വേണ്ടേ, അത് എളുപ്പത്തിൽ 5 മിനിറ്റ്സിൽ ഇതിൻ്റെ ഈ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ എടുക്കുക, ബോൺലെസ് ചിക്കൻ. ഇനി ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെജിറ്റബിൾസ് എന്തെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ചീസ് ഗ്രേറ്റ് ചെയ്യാൻ, പിന്നെ ചിക്കൻ ജസ്റ്റ് മാരിനേറ്റ് ചെയ്യുക, ഉപ്പും മുളകും ഇട്ടത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ക്യാപ്സിക്കം, ഉള്ളി ആ ഓയിലിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ആ ഒരു ജസ്റ്റ് ഒരു പച്ച ഒരു റോ ഇത് പോകാൻ വേണ്ടി ജസ്റ്റ് അതിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി, ഭയങ്കരമായിട്ടൊന്നും ചെയ്യേണ്ട, ഒന്ന് ഇതാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസും റെഡി ആയി. എന്ത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് യൂസ് ചെയ്യാം. ഞാൻ അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ വെജിറ്റബിൾസ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ബ്രെഡ് ഞാനിവിടെ 10 ബ്രെഡ് എടുത്തിട്ട്, നോർമൽ ബ്രെഡാണ് ഇത്, അത്യാവശ്യം വലുപ്പമുള്ള ബ്രെഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു 10 ബ്രെഡ് എടുത്ത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാൻ അത്യാവശ്യം വലുപ്പമുള്ള പാനായതുകൊണ്ട് ഞാൻ 10 ബ്രെഡ് എടുത്ത്. പിന്നെ ഈ ബ്രൗൺ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ബ്രൗൺ കട്ട് ചെയ്യാൻ കാരണം അത് നമ്മൾ ഒന്ന് ബേസ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര തിക്കായിട്ട് നിൽക്കും. അതുകൊണ്ട് ഈ ബ്രൗൺ എഡ്ജസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഈ കട്ട് ചെയ്ത ഭാഗം നമ്മളെപ്പോഴും ഫ്രീസറിൽ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ ഫ്രൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ ബ്രെഡ്സ് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ശരിക്കും കട്ട് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് 2 മുട്ട എടുക്കണം. നമ്മൾ ഈ ബേസ് ഉണ്ടാക്കാൻ ബേസ് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ബൈൻഡ് ചെയ്യാൻ, അത് ഒരു ബേസാക്കി എടുക്കാൻ നമുക്ക് മുട്ട വേണം. പിന്നെ മുട്ട അത് ഭയങ്കര സ്മെല്ല് വരും, അതുകൊണ്ട് പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പാലും ഒരു കണക്കില്ല, ഒരു 2-3 വലിയ ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചാൽ മതി. 2 മുട്ടയും
കുറച്ച് പാലും പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പെപ്പറും വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ മുളക് പൊടി അപ്പോൾ ആ സമയത്ത് തോന്നിയപ്പോൾ മുളക് പൊടി ഇട്ടത്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് ഒന്ന് നോക്കുക. നമുക്ക് പാനിന് നമുക്ക് അൺമോൾഡ് ചെയ്യാം. കേക്ക് ശരിക്ക് ഒന്നുകൂടി നല്ല തിക്കായി കിട്ടാറുണ്ട്. ഇത് ഭയങ്കര തിക്കായി കിട്ടിയിട്ടില്ല. അത് പെട്ടെന്ന് ആയിരുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ നമുക്ക് 3 ലെയേഴ്സ് ഇതിന് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കാണാം. അപ്പോൾ പെട്ടെന്ന് ഇതൊരു മാർബിളിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്, സ്ട്രോബെറി ഒരു കേക്ക്. അപ്പോൾ കേക്ക് റെഡിയാണ്. നമ്മളെ എന്താ പറയുക, ചിക്കൻ റെഡിയാണ്, മുട്ടൻ്റെ മിക്സ്ചർ റെഡിയാണ്, വെജിറ്റബിൾസ് റെഡിയാണ്, സോസ് റെഡിയാണ്. സോസ് നമുക്ക് ഉണ്ടാക്കണം. പിസ്സ സോസ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം. കുറേ പേർക്ക് അറിയുണ്ടാവും. ടൊമാറ്റോ സോസ്, ചില്ലി സോസ് എല്ലാം ഒരുമിച്ചിട്ടിട്ട്, അതിന് കണക്കൊന്നുമില്ല. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക. പിന്നെ അതിൻ്റെ അടുത്ത് ടൊമാറ്റോ സോസ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ ഫുള്ള് അതിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി സോസ്. പിന്നെ പിസ്സാൻ്റെ ഫ്ലേവർ മെയിനായിട്ട് വരിക ഒറിഗാനോ ആണ്. അപ്പോൾ ഒറിഗാനോ കുറച്ച് അത്യാവശ്യം ഒരു വലിയ സ്പൂൺ ഒക്കെ ഇട്ടാൽ മതി. പിന്നെ ചില്ലി ഫ്ലേക്സ് ഞാൻ നോർമലി ഡ്രൈ ചില്ലി ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിയാക്കി എടുത്താണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഭയങ്കര പൊടിയാക്കരുത്, ഒരു ഫ്ലേക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതിൽ കുറച്ച് ഉപ്പും പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി എനിക്ക് ഒറിഗാനോൻ്റെ ഫ്ലേവർ വേണമെന്ന് തോന്നി, അപ്പോൾ കുറച്ചുകൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി ഒറിഗാനോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഈ സോസ് ഇട്ടാലൊന്നും ആ ടേസ്റ്റ് വരില്ലുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒറിഗാനോ ഇട്ടാൽ നമുക്ക് പിസ്സാൻ്റെ ആ ഫ്ലേവർ മെയിനായിട്ട് വരിക, ഹെർബ്സ് ഇട്ടാൽ. അപ്പോൾ എല്ലാം റെഡിയാണ്. നമുക്കിനി പിസ്സാൻ്റെ ബേസ് റെഡിയാക്കാം. അപ്പോൾ ഇതിൻ്റെ പാൻ ഇങ്ങനെയാണ്, നല്ല വലിയ പാനാണിത്. അപ്പോൾ ഇതിൽ കുറച്ച് ബട്ടർ, കുറേ വേണ്ട, ഒരു ചെറിയ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇത് ഒട്ടാതെ എടുക്കാൻ വേണ്ടിയാണ്. പുതിയ പാനാകുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് ബട്ടർ ഒഴിക്കുക. പിന്നെ നമ്മൾ ഒരു ബ്രെഡ് സ്ലൈസസ് നമ്മളെ മുട്ടയിൽ മുക്കിയിട്ട് ഇതേപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന ബ്രെഡ് ബോളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ ചെയ്യുക. ഇതേപോലെ ഒന്ന് ആ ഒരു ബേസ്, നമ്മുടെ പാനിൻ്റെ ആ ബേസ് ഫുള്ളായിട്ട് ബ്രെഡ് കൊണ്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ. ഫില്ല് ചെയ്യുക, ഫുൾ ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്തായാലും എഗ് മിക്സറിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് നമുക്ക് പല ഷേപ്പിലും ആക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കി കൊടുക്കുക. പിന്നെ ബാക്കി നമ്മൾ മുട്ടൻ്റെയും പാലിൻ്റെ മിക്സർ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളിതൊരു പിസ്സ ബേസ് ആക്കി എടുക്കുക. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക, ഷേപ്പ് കൊടുക്കുക. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷേപ്പ് കിട്ടും. പിന്നെ ഒരു 5 to 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ലോ ഫ്ലെയിമിലാട്ടോ അത് വെക്കണ്ടേ. ഒന്ന് നോക്കുക അത് ആയിട്ടുണ്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് മറിച്ചിടുക. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം, മീൻസ് പിസ്സ അസംബിൾ ചെയ്യുക. അപ്പോൾ പരിപാടി ഇത്രയേ ഉള്ളൂ. പിന്നെ സോസ് എടുത്തിട്ട് നമ്മൾ സാധാരണ പിസ്സേൻ്റെ മുകളിൽ എന്താ ചെയ്യുക അതേപോലെ ചെയ്യുക. ഫുൾ ആയിട്ട് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പരിപാടി ഇത് ശരിക്കും ഒരു 5 മിനിറ്റ്സിൽ ഇത് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തീർന്നു കേട്ടോ. പിന്നെ ടേസ്റ്റിലൊരു വ്യത്യാസമില്ല, മനസ്സിലാവില്ല ഇത് വേറെ ബ്രെഡാണോ ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഞാനത് ഫസ്റ്റ് കുറച്ച് വെജിറ്റബിൾസ് ഇട്ടെടുത്തു, കുറച്ച് ചീസ് ആദ്യം ഒരു ലെയർ ഇട്ടെടുത്തു, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഈ പിസ്സ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ചില്ലി ഫ്ലേക്സ് അതിൻ്റെ മുന്നേ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ചില്ലി ഫ്ലേക്സും അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്യുക. പിന്നെ ചീസ്, അത്യാവശ്യം ചീസ് ഇടണം, അപ്പോഴാണ് പിസ്സാൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചീസ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ചീസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ വൈറ്റ് സോസ് അങ്ങനെയും കുറേ ഓപ്ഷൻ ഉണ്ട്. വൈറ്റ് സോസ് യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റിൽ ഒറിഗാനോ ഫുള്ളായിട്ട് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചീസ് ഇല്ലാത്ത ആൾക്കാർ അത് യൂസ് ചെയ്യുക, വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്യുക. പിന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്.
അപ്പോൾ ഇത് ഇനി ലോ ഫ്ലെയിമിൽ മാത്രം വെക്കാൻ പാടുള്ളൂ. നമ്മൾ ചീസ് മെൽറ്റ് ആവണ വരെ നമ്മളത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് പെട്ടെന്നായി കിട്ടും. ഒരു 5 മിനിറ്റ്സിൽ നമ്മൾ ചീസ് ആവണ വരെ അത് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കേക്ക്. എൻ്റെ കേക്കൊക്കെ നല്ല തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ലെയർ ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 3 ലെയറാണ് ഞാൻ കട്ട് ചെയ്ത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയേണ്ട ആദ്യം ക്രീം, പിന്നെ ഇത് പെട്ടെന്ന് നമുക്ക് എടുക്കാനായതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലോണം ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. നല്ലോണം ഒഴിക്കുന്നുണ്ട് മീൻസ് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചു. സാധാരണ കേക്ക് നമ്മൾ എന്തായാലും ഓവർനൈറ്റ് വെക്കണം. അപ്പോൾ ഓവർനൈറ്റിന് സമയമില്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം തിക്ക് ലെയർ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൽ പിസ്ത യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പിസ്ത ഇതിൽ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇതിൽ പിസ്ത ഫ്ലേവർ വരുന്നത്. ഫ്ലേവറല്ല, പിസ്ത ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പിസ്ത അതേപോലെ കട്ട് ചെയ്തെടുത്തു, സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ പിസ്ത ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പിസ്ത അതിലുണ്ടായ നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. പിന്നെ നെക്സ്റ്റ് കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടുള്ളൂ. പിന്നെ ബാക്കി ഇതേപോലെ 3 ലെയേഴ്സ് ഇതേപോലെ ചെയ്തിട്ട് ലാസ്റ്റ് ലെയർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ക്രം കോട്ട് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രീം വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്രീസറിൽ വെക്കേണ്ട, പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ഒരു ഫ്രീസറിൽ 5 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നഗറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. നഗറ്റ്സ് അവിടെ കുറേ ദിവസം അതിനോട് നഗറ്റ്സ് ഉണ്ടാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നഗറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. നഗറ്റ്സ് സത്യം പറഞ്ഞാൽ ഒരു ഈസി റെസിപ്പിയാണ്. നഗറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് മിക്സിയിൽ നമ്മുടെ ബ്രസ്റ്റ് പീസ് ഇടുക, പിന്നെ ഒരു സ്പൂൺ സോയാ സോസ് ഇടണം, പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിഷ്ടമല്ലോ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ പെപ്പർ പൗഡർ എന്ത് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇതിൽ ഞാൻ ചില്ലി ഫ്ലേക്സും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും പിന്നെ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഓണിയൻ പൗഡർ ഉണ്ടെങ്കിൽ ഓണിയൻ പൗഡർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്. ആ ബാക്കി വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, പിന്നെ ബ്രെഡിൻ്റെ അതേപോലെ ബ്രെഡ് ഇങ്ങനെ ആക്കിയിട്ടിടുക. അത് ബ്രെഡ് ഇടാൻ കാരണം ആ മോയ്സ്ചർ ഒന്ന് കുറച്ച് ഡ്രൈ ആക്കി എടുക്കാനാണ്. നമ്മൾ ചിലപ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ അത് പിടിക്കാൻ വേണ്ടി ബ്രെഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ വലിയ ജാർ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി വലിയ ജാർ എടുത്തപ്പോൾ അത് ശരിക്കും ക്രഷ് ആയില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ജാറിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഭയങ്കര പേസ്റ്റ് ആക്കരുത്, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്ക് ആ ഒരു മിക്സ്ചറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ നഗറ്റ്സ് ഇപ്പോൾ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ചിക്കൻ നഗറ്റ്സിൻ്റെ മിക്സ്ചറും പിന്നെ നമുക്കിതിന് വേണ്ട ബ്രെഡ് ക്രംസാണ്, പിന്നെ നോർമൽ മുട്ട, അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ, പിന്നെ മൈദ പൊടിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് നഗറ്റ്സിനൊരു ഷേപ്പ് കൊടുക്കാം. പിന്നെ നമ്മൾ മൈദയിൽ ഒന്ന് ആദ്യം ഇങ്ങനെ ചെയ്താൽ മതി, എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. പിന്നെ ബാക്കിയെല്ലാം ഒരുമിച്ച് തന്നെ നമ്മൾ മൈദയിലും പിന്നെ ബ്രെഡ് ക്രംസിലൊന്നും കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യേണ്ട ഷേപ്പാക്കി എടുത്തിട്ട് നമ്മൾ മൈദയിൽ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് റോൾ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടയിൽ ഒന്ന് മുക്കി കൊടുക്കുക, എക്സ്ട്രാ മുട്ട എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ബാക്കിയെല്ലാം നഗറ്റ്സും ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അത്രയും നമ്മൾ ടൈമൊന്നും വേണ്ട, പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇസാൻ വന്നിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അവന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക, കോട്ട് ചെയ്ത് കൊടുക്കുക, അത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ള പരിപാടി അവൻ എന്തായാലും ചെയ്തു തരും എനിക്ക്. അത് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളിങ്ങനെ ബിസിയുടെ സമയത്ത് ആരെങ്കിലും ചെയ്തു തരാൻ പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അങ്ങനെ അപ്പോൾ ഏകദേശം നമ്മൾ ഈ നഗറ്റ്സിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാം.
അപ്പോൾ ലാസ്റ്റ് അപ്പോൾ ക്രം കോട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലവർ ആക്കി കൊടുക്കാം. റോസ് ഫ്ലവേഴ്സിൻ്റെ റോസിൻ്റെ നോസിലാണിത്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ക്രീം സൈഡിലും അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഷാർപ്പ് എഡ്ജസ് ഒന്നും വരുന്ന ആവശ്യമില്ല, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് റോസ് ഫ്ലവേഴ്സ് ഒരു പിങ്ക് കളറൊക്കെ കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി ഫ്ലേവറാണ്. ടൈഗറിൻ്റെ സ്ട്രോബെറി ഫ്ലേവർ കിട്ടും, അല്ലെങ്കിൽ പിസ്ത അങ്ങനെ കിട്ടാറുണ്ട്. ടൈഗർ ഫ്ലേവർ എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മളിത് എസെൻസ് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിൽ സൈഡിൽ ഇങ്ങനെ ഡ്രോപ്പ് ആക്കി കൊടുത്തു. ആ ഒരു പിങ്ക് കളർ വരാൻ വേണ്ടി, ഫുള്ളായിട്ടല്ല, ജസ്റ്റ് അവിടെ ഇവിടെയും പിങ്ക് കളർ വരാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് 2-3 ഡ്രോപ്പ് പൈപ്പിംഗ് ബാഗിൽ. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് നോസിലൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് ജസ്റ്റ് ക്രം കോട്ട് ചെയ്തില്ല, അതേപോലെ ഒരു ലെയർ ക്രീം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഷേപ്പാക്കി കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് പെർഫെക്റ്റ് ആയിട്ടില്ല, റോസ് ഫ്ലവേഴ്സ് പെർഫെക്റ്റ് ആയിട്ടില്ല. അത് ക്രീം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കണം. സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സൈഡ്സ് ഫുള്ള് ഞാൻ റോസ് വെച്ചിട്ട് കവർ ചെയ്തു. പിന്നെ ഒന്ന് ഹാപ്പി ബർത്ത്ഡേ താനിയ എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ ബാക്കി കുറച്ച് ക്രീം ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് ബ്ലൂ കളർ ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ ഫുള്ളായിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് HBD മാത്രമേ എഴുതുന്നുള്ളൂ. പിന്നെ താനി എഴുതുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഓർമ്മ വന്ന് അവൾ കണ്ടാൽ ചിലപ്പോൾ സർപ്രൈസൊക്കെ പൊളിയും. അതുകൊണ്ട് ഞാൻ കിച്ചണിൽ വന്നിട്ട് ചെയ്യുന്നത്. കിച്ചണിൽ കുറച്ച് ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ താൻ്റെ പേരൊക്കെ എഴുതി. അപ്പോൾ ഈ മോൾ ഭാഗത്തും ഫുള്ള് കവർ ചെയ്യാൻ പോകാം ഫ്ലവേഴ്സ് വെച്ചിട്ട്. ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് ആക്കിയിട്ടാണ് കവർ ചെയ്ത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്തത്. എനിക്ക് പേര് എഴുതാണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. ജസ്റ്റ് മുകളിലൊരു ലെയർ മാത്രമേ ഞാൻ ചെയ്യണുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ക്രീം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് നല്ല പീക്സ് നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പിങ്ക് ജസ്റ്റ് ഡ്രോപ്പ് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് കേക്ക് ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ, എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം. അപ്പോൾ തീരെ അറിയാത്ത ആൾക്കാരോട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോസിൽ വാങ്ങാൻ കിട്ടും, പൈപ്പിംഗ് ബാഗൊക്കെ വാങ്ങാൻ കിട്ടും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഞാൻ 4 മണിക്ക് ഉണ്ടാക്കി കേക്കായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാൻ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ എല്ലാം റോസൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എക്സ്ട്രാ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. പിന്നെ ബാക്കി നഗറ്റ്സൊക്കെ ഞാൻ ഡീപ് ഫ്രൈ ചെയ്യാൻ, നഗറ്റ്സൊക്കെ ഇസാൻ എനിക്ക് ഷേപ്പാക്കി തന്നാണ്. അപ്പോൾ അത് ശരിക്കും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട്, നല്ല ടൈം സേവിങ് ആണ്. അപ്പോൾ ഇതേപോലെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ബർത്ത്ഡേസ് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മെയിനായിട്ട് ഇങ്ങനത്തെ ഐറ്റംസാണ് ഇഷ്ടം. അപ്പോൾ അവർ പറയുമ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ താനി ഇതൊന്നും അറിയില്ല ഇവിടെ എന്താ നടക്കുന്നത്, എല്ലാം കണ്ടിട്ടുണ്ട്. അതല്ല അവളെ വിചാരം ചെയ്യാനൊരു ഒരു ഫ്രണ്ട് ഉണ്ട് നൗഷാദ്. അപ്പോൾ അവർ വീട്ടിൽ വരാണ്, മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രീസറിൽ ഞാൻ കേക്ക് വെച്ചാട്ടോ അത്. അപ്പോൾ അവർ വരുന്നുണ്ട്, അവർ എന്നെ കാണാൻ വേണ്ടി വരികയാണ്, മക്കളൊക്കെ വേണ്ടി. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പിസ്സ നഗറ്റ്സൊക്കെ ഉണ്ടാക്കണം. അവൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കണത് ഇവിടെ. അപ്പോൾ അവളൊന്നും അറിയുന്നില്ല, അവൾ ഓക്കെയാണ്. പിന്നെ കേക്ക് ഞാൻ ഫ്ലാറ്റിലൊരു ഓർഡറാണ്, അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് താനിയ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സെറ്റാക്കി വെച്ചാട്ടോ. അങ്ങനെ എല്ലാം പ്ലേറ്റിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി കേക്ക് എടുക്കാനുണ്ട്, ഷിയാക്ക വരാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇവിടെ താനിയ ഒന്നും അറിയില്ല. അപ്പോൾ ഇത് ഭയങ്കര സെലിബ്രേഷൻ ഡെക്കറേഷൻ ഒന്നുമില്ല, ജസ്റ്റ് അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയുള്ള ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് കാണാൻ വേണ്ടി ഇതൊക്കെ ചെയ്യണം കേട്ടോ. സാധാരണ മക്കളൊക്കെ ഫ്ലാറ്റിലെ കുട്ടികളൊക്കെ വന്ന് അവർ ഒരു രസമാണ്. കുറച്ച് ക്ലീൻ സൈഡ് ഒന്ന് ക്ലിയർ ചെയ്യാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അവിടെ നിൽക്കുന്നുണ്ട് അതല്ലല്ലോ. ഇതെന്താ ഇതുണ്ട്, ഇത് സനു ഉണ്ടാക്കിയതാണ്. സനു കാർഡൊന്നും ഉണ്ടാക്കിയതാ. You made this? How did you make this? താനിയ
Dashish, EANIA. Okay. Kuttata. But Zanu is the creator of that, right? Kuttata. Pudi. Wow, that looks nice. Karundo. Oh, idenda. Nuggets. Who made this nugget? The nuggets, pizza. Pizza. Okay, easy recipes are. Easy recipe. ഒക്കെ ഉണ്ടാക്കിയതാണില്ല. ഒക്കെ ഉണ്ടാക്കിയതാണ്. എനിക്കെല്ലാം അറിയാം, പക്ഷെ ഞാൻ വീണ്ടും താനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നഗറ്റ്സ്. Don't open the door now. താനി നെയ്ബറിന്റെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് അവൾക്ക് സർപ്രൈസ്, അവൾക്ക് ശരിക്കും മറന്നുപോയി. മറന്നുപോയത് ഇത് അവളുടെ ഫേവറേറ്റ് സാധനം, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. താനിയുടെ എക്സ്പ്രഷൻസ് ഞാൻ തുറക്കട്ടെ. താനിയുടെ എക്സ്പ്രഷൻസ് നമുക്ക് എടുക്കട്ടോ. You go and open the door. Look at that. Let me see your expressions. Come here. Naushad uncle is here. What is Naushad uncle is here? This is Naushad uncle's birthday. Okay, look at that. What is that, Anuda? Happy birthday short form में മനസ്സിലാ. Happy birthday ആരുടെ ബർത്ത്ഡേ? നീയുടെ ഡേറ്റ് അറിയോ? തനുട ഇന്നെന്താ തനുടെ ബർത്ത്ഡേ ആണ്? പറ്റിച്ചു. റീഡ് വൺസ് ഫോർ താനി ഒന്നൊരു ഡേറ്റ്. ഹാപ്പി ബർത്ത്ഡേ താനിയ. എന്താ ഇവിടെ? ജംബ ആർക്കാണ് കേക്ക്? Mama, of course it's your birthday, Tanuka. It is your birthday today. Okay? Tanuka, show me a big drink. This is Tania's birthday. Mama surprise. Mama Upa. Zamba, this is Tania's birthday. ഇഷ്ടമായോ കേക്ക്? കേക്ക് എങ്ങനെയുണ്ട്? നൗഷാദ് അങ്കിൾ വരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ചോദിക്കണ്ടായിരുന്നു. നൗഷാദ് അങ്കിൾ വന്നോ? താനിയ വന്നിട്ടില്ല? നമ്മുടെ കേക്ക് തിന്നണ്ടേ? തിന്നണ്ടേ? താനിയ കേക്ക് എങ്ങനെയുണ്ട്? ഓ അതെന്താ ഇങ്ങനെ കഴിക്കണേ? കേക്ക് രസമുണ്ടോ? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിന്നെ താൻ്റെ ഫ്രണ്ട് അവൾ ആ സമയത്ത് അത്ര കഴിച്ചിട്ടില്ല. പിന്നെ വീട്ടിലേക്കാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുക. പിന്നെ ടേക്ക് കെയർ എവ്രി വൺ ആൻഡ് ബി സേഫ്. ആൻഡ് അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. Yes, very nice. മതി കട്ട് ചെയ്യട്ടെ. പിസ്സാട്ടിന് വാങ്ങിയതാണ്. ഫെമിനാസ് ഹട്ട്.